എന്തിനാടാ നീ എന്നെ ചവിട്ടിയെ? കൊല്ലൂടാ നിന്നെ ഞാൻ. നീ കാരണം എല്ലാം തുറങ്ങടാ. പൊന്നും ഇങ്ങോട്ട് വന്നില്ല, അതിനുമ്പേ തല്ലു തുടങ്ങിയോടാ. ഇവൻ ഒട്ടുകൊടുത്തില്ല സാറേ എന്റെ ജീവിതം നശിപ്പിച്ചത്. അതിനിവിടെ കിടന്ന് തല്ലുകൂടിയിട്ട് കാര്യമില്ല. റിമാൻഡിന്റെ കാലാവധി ഉടനെ കഴിയുമല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടെ കിടന്ന് തല്ലുണ്ടാക്ക്. ഞങ്ങൾക്ക് വെറുതെ ജോലി ഉണ്ടാക്കല്ലേ. ആരോ കണ്ടിട്ട് വന്നതാ സാറേ. എന്നിട്ട് എന്റെ നടുവിന് ചവിട്ടി വീഴ്ത്തിയായിരുന്നു. നിന്റെയൊക്കെ നടുവിന് ചവിട്ടിയാ പോരാ, നട്ടല് താർക്കണം. അവന്റെ ഒരു പരാതി. അതുപോലുള്ള പരിപാടിയല്ലടാ നീയൊക്കെ രണ്ടും ഒപ്പിച്ചു വെച്ചത്. പാവപ്പെട്ടൊരു മനുഷ്യനെ കൊന്നിട്ട് സുഖിച്ച് നടക്കുകയായിരുന്നു 10-20 വർഷം. എന്തായാലും ഇപ്പോഴെങ്കിലും എല്ലാരും സത്യം അറിഞ്ഞല്ലോ. മര്യാദക്ക് ഇരുന്നോണം, ഇല്ലെങ്കിൽ 2 എണ്ണത്തിനെ പിടിച്ച് സെല്ലിനകത്തിടും. എന്താണ് നോക്കി? പോ. നിനക്കെന്ത് പറ്റിയടാ? എന്റെ അമ്മ അവിടെ വന്നിട്ട് പോയത്. അമ്മയുടെ സകല സ്വത്തുക്കളും മറ്റവൻ അവൻ അടിച്ചോണ്ട് പോയത്. നിന്റെ അനന്തരവൻ. എടാ എന്റെ മോളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനായിട്ട് എന്റെ അമ്മ സ്വത്തും സ്വർണ്ണമൊക്കെ അവൻ എഴുതി കൊടുത്തു. അവന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ തിരികെ വിളിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. അതിനെന്താണാ കുഴപ്പം? നിന്റെ മരുമോനല്ലേ എല്ലാം കൊടുത്തത്? ഒരു മരുമോൻ? അവൻ 5 ശമ്പളം ഉണ്ടായിരുന്നല്ലോ. അവൻ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ. എന്നിട്ട് അവൻ എന്റെ മോക്ക് വേണ്ടിട്ട് കാരാണ് ചെലവാക്കിയിട്ടുണ്ടോ? എന്റെ മോൾ ഇപ്പോഴല്ല, ഇതിനു മുമ്പും വിശേഷം അറിയിച്ചതാ. എന്നിട്ട് എപ്പോഴെങ്കിലും അവക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? അവന്റെ ഏട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചാ അത് അവൻ വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ അവക്ക് കൊണ്ടു കൊടുക്കും. അല്ലാതെ അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നിന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നല്ലോ. പിന്നെന്തിനാ സ്വത്ത് സ്വർണ്ണമൊക്കെ അവൻ എഴുതി കൊടുത്തത്? അതെന്റെ അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. എന്നാ നേരത്തെ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ വിറ്റ് കേസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ കൊച്ചിന് ആകെ ഉള്ളത് ആ വീടും പറമ്പുവാ. അതിപ്പോ എന്റെ മരുമോനെ അടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലമല്ലടാ പ്രതാപ. അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്നും പറഞ്ഞ് അങ്ങ് ജീവിക്കാം. നീ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം. ആ കൊലപാതകം കഴിച്ചിട്ട് 10-20 വർഷമായി. എന്നിട്ട് ഇപ്പഴാ ചത്തവന്റെ പ്രേതം അവന്റെ ദേഹത്ത് കയറാൻ തോന്നിയതും. എന്നാ പ്രേതത്തോട് പോയി പറയാത്തെന്താ എന്റെ ദേഹത്ത് കയറാതിരിക്കാൻ? എടാ, കുറച്ച് നാള് നിനക്ക് പ്രാന്തായിരുന്നല്ലോ. ആ പ്രാന്താ നമ്മളെ ഇവിടെ എത്തിച്ചത്.